അമ്പാടി തന്നീലോരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ അമ്പാടി തന്നീലോരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ. ഈ വരികളിൽ തന്നെ തെളിഞ്ഞു കാണാം കണ്ണനോടുള്ള വാത്സല്യവും സ്നേഹവുമൊക്കെ. അമ്പാടിയിലെ കണ്ണനായിരുന്നു ഗോകുലനിവാസികളുടെ എല്ലാമെല്ലാം. അമ്മ യശോദയുടെ ഉണ്ണിക്കണ്ണൻ, ഗോപികമാരുടെ പ്രിയ രാധയുടെ കള്ളക്കണ്ണൻ, ഗോകുലത്തിലെ വെണ്ണക്കണ്ണൻ, സകല ചരാചരങ്ങളുടെയും ജീവന്റെ ജീവനായിരുന്ന കണ്ണൻ, എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ സങ്കടപ്പെടുത്തുകയും ചെയ്ത കണ്ണൻ. തൻ്റെ ലീലകൾ കൊണ്ട് വൃന്ദാവനത്തെ ആകെ ആനന്ദത്തിൽ ആറാടിച്ചവൻ. എന്നാൽ ഒരിക്കലവൻ യാത്രയായി, തൻ്റെ പ്രാണപ്രേയസിയായ രാധയെ വിട്ട്, തൻ്റെ എല്ലാമെല്ലാമായ ഗോകുലം വിട്ട്. സന്തോഷം മാത്രം കളിയാടിയിരുന്ന വൃന്ദാവനത്തിൽ സങ്കടത്തിൻ്റെ കാർമേഘങ്ങൾ വന്ന് മൂടി. കണ്ണൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് മധുരാപുരിയിലേക്ക് തിരിച്ചു. കണ്ണനെ യാത്രയാക്കവേ യശോദയുടെ കണ്ഠങ്ങൾ ഇടറി, മിഴികൾ ഈറനണിഞ്ഞു. രാധയും ഗോപികമാരും കണ്ണുനീർ പൊഴിച്ചു. വേണുഗാനം നിലച്ച വൃന്ദാവനത്തിലെ ഗോക്കൾ പോലും മൗനത്തിലാണ്ടു. പക്ഷേ വിധിയെ തടുക്കാൻ കേവലം മനുഷ്യർക്കാവില്ലല്ലോ. ഇതാണ് വിധി. ഈ യാത്ര അനിവാര്യവും. ഇത് വൃന്ദാവനത്തിലെ കണ്ണൻ്റെ കഥയാണെങ്കിൽ ഇങ്ങ് മലയാളക്കരയിലുമുണ്ട് അങ്ങനെയൊരു കണ്ണൻ. യൗവനത്തിലേക്ക് കാലൂന്നി തുടങ്ങിയപ്പോഴേ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ് വിഷ്ണുപാദം പൂകിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്പാടിക്കണ്ണൻ, അഥവാ കളരിക്കാവ് അമ്പാടിക്കണ്ണൻ. ഈ ഭാർഗവഭൂമിയിലെ വരുംകാല ഗജകേമന്മാർക്കൊപ്പം അമ്പാടിക്കണ്ണൻ എന്ന പേരും ഉണ്ടാകുമെന്ന്
ഉത്സവകേരളം ഉറപ്പിച്ചിരുന്നു. പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. അവൻ നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. കളരിക്കാവ് അമ്പാടിക്കണ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ചില ഓർമ്മചിത്രങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇത്രയധികം സങ്കടകരമായൊരാമുഖം ഇതിനു മുന്നേ ഞങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല. അത്രയ്ക്കാണ് അവൻ്റെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഞങ്ങൾ അമ്പാടിക്കണ്ണൻ്റെ വിശേഷങ്ങൾ പകർത്താനായി തൃശ്ശൂരിലെത്തിയത്. ആ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച നല്ല അനുഭവങ്ങൾക്ക് മുന്നിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറച്ചാളുകളടങ്ങിയ ഒരു വീട്. അമ്മ, മകൾ, മരുമകൻ, കൊച്ചുമകൻ. അവർക്കൊപ്പം എല്ലാവരുടെയും അരുമയായ ഒരു കുട്ടിക്കൊമ്പൻ. അവനോടൊപ്പം ചിലവിട്ട കുറച്ചു സമയത്തെ നല്ല അനുഭവങ്ങളാണ് ഓർമ്മക്കുറിപ്പുകളായി ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഒരു മകനെപ്പോലെ അവനെ സ്നേഹിച്ച അമ്മയ്ക്കും അനുജനെപ്പോലെ അവനെ പരിപാലിച്ച നിധിനും സുഹൃത്തിനെപ്പോലെ അവന് കരുതൽ നൽകിയ നിധിൻ്റെ ഭാര്യ അഞ്ജനയ്ക്കും കളിക്കൂട്ടുകാരനായി അവനെ ഒപ്പം കൂട്ടിയ ദക്ഷേശ്വർ എന്ന 6 വയസ്സുകാരനും ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു പിറന്നാൾ സമ്മാനമായിട്ടാണ് അമ്പാടിക്കണ്ണൻ കളരിക്കാവ് തറവാട്ടിലെത്തിയത്. അസം ആനയായ ഇവൻ ഏകദേശം 4 വയസ്സുള്ളപ്പോഴാണ് തറവാടിൻ്റെ പടി കടന്നെത്തിയത്. പടി കടന്നെത്തി എന്ന പ്രയോഗം തികച്ചും ശരിയായിരുന്നു കുട്ടി അമ്പാടിയുടെ കാര്യത്തിൽ. തങ്ങളുടെ വീട്ടിലേക്കെത്തിയ കുഞ്ഞതിഥിയെ വരവേൽക്കാൻ തറവാട്ടിലെ കാരണവരും നിധിൻ്റെ അച്ഛനുമായ പ്രകാശനും അമ്മ ശ്രീമതിയും ചില ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിലേക്കായി വീടിൻ്റെ മുൻവാതിൽ തന്നെ കുട്ടി അമ്പാടിക്ക് കയറി ചെല്ലാവുന്ന വിധത്തിൽ മാറ്റിവെച്ചു. കുട്ടിക്കൊമ്പന് ഏത് മുറിയിലും, പ്രത്യേകിച്ച് അടുക്കളയിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അന്നേയുണ്ടായിരുന്നു. അന്നൊക്കെ അവൻ്റെ പ്രിയപ്പെട്ട വിനോദവും അതുതന്നെയായിരുന്നു. അടുക്കളയിൽ എന്തുണ്ടാക്കിയാലും നേരെ കയറി ചെന്ന് അമ്മയുടെ പക്കൽ നിന്നും വാങ്ങിക്കഴിക്കാം. ഭക്ഷണം കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ കട്ടിലിൽ കയറി കിടന്ന് ഒരു ഉറക്കം പാസാക്കാം. 4 മണിക്ക് ചായയും ബിസ്ക്കറ്റും കഴിക്കുന്ന സമയത്തും പ്രകാശൻ അന്വേഷിക്കും. അമ്പാടി എവിടെയെന്ന് ചോദിക്കേണ്ട താമസം. എവിടെ നിന്നെങ്കിലും ഓടിയെത്തി ബിസ്ക്കറ്റ് മുഴുവൻ അകത്താക്കിയിട്ട് തീർന്നോ എന്ന മട്ടിൽ നോക്കുമെല്ലാവരെയും. അന്ന് കുട്ടി അമ്പാടിക്ക് കളരിക്കാവ് തറവാട്ടിൽ ലഭിച്ച സ്വാതന്ത്ര്യം നന്നായി ആസ്വദിച്ചിരുന്നു. മുൻപ് തറവാട്ടിലുണ്ടായിരുന്ന കളരിക്കാവ് പ്രകാശൻ എന്ന കൊമ്പന്റെ വിയോഗത്തിൽ നിന്നും കരകയറാൻ കുട്ടിയായ അമ്പാടിയുടെ കുസൃതികൾ ഒരു പരിധിവരെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചു. കുട്ടിക്കൊമ്പൻ വളർന്നതോടെ വീടിനുള്ളിലേക്കുള്ള പ്രവേശനം നടക്കാതെയായെങ്കിലും വീട്ടുകാരുടെ മനസ്സിലെ അമ്പാടിക്കണ്ണന്റെ സ്ഥാനം കൂടിക്കൂടി വന്നു. പ്രകാശന് അമ്പാടിക്കണ്ണനോട് ഒരു മകനോടെന്ന പോലുള്ള വാത്സല്യം തന്നെയായിരുന്നു. പ്രകാശന്റെ മരണശേഷമാണ് നിധിൻ അമ്പാടിക്കണ്ണന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ തുടങ്ങിയത്. പിന്നീടാണ് നിധിനും ഭാര്യ അഞ്ജനയും അഞ്ജനയുടെ കുന്നംകുളത്തെ വീട്ടിലേക്ക് മാറുന്നത്. പാപ്പാന്മാരോ മറ്റാരെങ്കിലുമോ ശകാരിച്ചാൽ ഉടൻ തടസ്സം പിടിക്കാനെത്തുന്ന ഒരമ്മയുണ്ട് ഈ വീട്ടിൽ. അടുക്കളയിൽ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു പങ്കുമായി ഓടി അമ്പാടിക്കരികിൽ എത്തിയിരുന്ന ഒരമ്മ, അഞ്ജനയുടെ മാതാവ് മാധവിക്കുട്ടിയമ്മ. മറ്റൊരു കൂട്ടുകാരൻ കൂടിയുണ്ട് അമ്പാടിക്ക് ഈ വീട്ടിൽ, നിധിൻ്റെ മകൻ ദക്ഷേശ്വർ. കുഞ്ഞു ദക്ഷിന് 3 മാസമുള്ളപ്പോൾ തന്നെ നിധിൻ കുഞ്ഞിനെയും കയ്യിലെടുത്ത് അമ്പാടിയുടെ അടുത്തെത്തുമായിരുന്നു. അന്നു മുതൽക്കേ ദക്ഷേശ്വരൻ്റെ കൂട്ടുകാരനും മൂത്ത ജ്യേഷ്ഠനുമൊക്കെ തന്നെയായിരുന്നു അമ്പാടി. പിരിഞ്ഞിരിക്കുന്നത് കുട്ടി ദക്ഷിനും അമ്പാടിക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ദക്ഷിന് മാത്രമല്ല, നിധിൻ്റെ ഭാര്യ അഞ്ജനയോടും അമ്പാടിക്ക് പ്രത്യേക അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. നീരുകാലത്ത് പോലും അമ്പാടി അഞ്ജനയെ മാത്രമേ അനുസരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തും അഞ്ജനയായിരുന്നു അമ്പാടിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത്. നിധിനെ പോലും ചിലപ്പോൾ അടുപ്പിക്കാറില്ലായിരുന്നു.
അമ്മയ്ക്ക് എന്താണ് നമ്മുടെ കണ്ണനെ പറ്റി പറയാനുള്ളത്? അവൻ എന്താ പറയുക, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ്. ഇപ്പോൾ പേരക്കുട്ടീൻ്റെ ദക്ഷിണെ പോലെ തന്നെ ഞങ്ങൾ വാത്സല്യവും സ്നേഹവും ലാളനയും എല്ലാം കൊടുത്ത് നോക്കുന്നതാണ്. അപ്പം ഇവനിവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വീട്ടിലോട്ട് കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ട്? പിന്നെ ഭക്ഷണം എന്നൊക്കെ നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ഭക്ഷണമൊക്കെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പുള്ളിയുടെ അങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവം? ലഡു, മധുരം നല്ല ഇഷ്ടമാണ്. ലഡു ജിലേബിയാണ് പുള്ളിയുടെ ഇഷ്ടമല്ലേ? മധുരമാണ് പുള്ളിക്ക് ഇഷ്ടമല്ലേ? അതൊക്കെ നല്ല ഇഷ്ടം. കൊച്ചു പിള്ളേരുടെ ഒരു അല്ലേ അതേപോലെ. അപ്പൊ ഈ ഏരിയയിലെങ്ങാനും ഇച്ചിരി ബേക്കറി ഐറ്റം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് വേറെ തോട്ടമൊന്നുമില്ല. നല്ല ഇഷ്ടമാണ്. എന്നാലും ചെറിയ കുറുമ്പൊക്കെ ഉണ്ടാവും, അമ്മ വഴക്കൊക്കെ പറയാറുണ്ടോ? അങ്ങനൊന്നുമില്ല. ബിനു എന്നെ എന്തെങ്കിലും അവനെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വേണ്ട ബിനു, എന്താ പറയാ, അത് കാണുമ്പോൾ എനിക്ക് വിഷമം. ഞാൻ പറയും വേണ്ട ബിനു അടിക്കണ്ടെന്ന് പറയും ഞങ്ങളെ. ഏകദേശം അമ്മ ഇവനെ കുറെ നാളായി കാണുന്നല്ലേ? നേരത്തെ നിന്റെ വീട്ടിലായിരുന്നു തൊട്ട് കാണുന്നത്. അവിടെ വീടിന്റെ അകത്ത് കയറി നടക്കും. അന്ന് മോളെ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന കാലത്തൊക്കെ ഇവന്റെ അകത്തൊക്കെ നടന്നിരുന്നു. അന്ന് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് തോന്നിയിരുന്നത്. ഒരു ആന വീടിന്റെ അകത്ത് നടക്കുകയും അല്ല, നമ്മളത് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം മറ്റേ പോലെ പൂച്ച അങ്ങനെയുള്ളതൊക്കെ അല്ലേ വീടിന്റെ അകത്ത് നടക്കുക. അപ്പൊ അന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഒരു ആന എന്താ വീടിന്റെ ഉള്ളിൽ നടക്കണേ എന്ന് തോന്നുന്നു. അതിന് അവരുടെ വീടിന്റെ എൻട്രൻസ് ഒക്കെ വലിയ എൻട്രൻസ്, കടക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പോലെ വലിയ എൻട്രൻസ്. അടുക്കളയിൽ നിന്ന് ഇതിലെ അമ്മ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തോണ്ടും, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ അമ്മയെ വന്നിങ്ങനെ തോണ്ടും. അപ്പൊ തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലും കൊടുത്താൽ അങ്ങനെ പോയി അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ന്യൂലി മാരീഡ് ആണ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ആക്ച്വലി രണ്ടുപേർക്കും. എങ്ങനെയുണ്ട് ഇപ്പൊ ഇവരായിട്ട് എത്ര നാളായി പരിചയം? ഭയങ്കര കമ്പനിയാണ്, ആള് കട്ട കമ്പനിയാണ്. 30-ാം തീയതിയാണ് കല്യാണം കഴിഞ്ഞത്. അത്രയും കുറച്ച് ദിവസം ഇപ്പൊ അവള് ഇവനെ കണ്ടിട്ടുള്ളൂ. എന്നാലും ഇപ്പൊ കൊണ്ടുവന്ന ഒരു കുഴപ്പമില്ല, നമുക്ക് അടുത്തൊക്കെ പോയി നിൽക്കാം. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാവോ വഴിയൊക്കെ തന്നെ? ഇവിടെ വന്ന് സ്റ്റെപ്പിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും വേണം? അത് കൊടുത്തേ പോരും. കിട്ടണ വരെ അവിടെ ഇങ്ങനെ തുമ്പിയോണ്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ നിൽക്കും, തുമ്പി കാണിച്ച് നിൽക്കും. നീരുകാലത്തില് അമ്മയോടൊക്കെ എങ്ങനെ? ഇല്ല, ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്കൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാവോ? അങ്ങനെ കൊണ്ട് കൊടുക്കാറുണ്ടോ? വഴക്കൊന്നുമില്ല. ഏറോ അങ്ങനെ പുറത്തുനിന്നുള്ളവരെ അറിയും. അതുപോലെ കുട്ടിയായിട്ടും ഭയങ്കര ഇണക്കാണ്. അവൻ എപ്പോഴും അതിന്റെ അടുത്ത്, അവൻ ചെറുതാവുമ്പോ തൊട്ടേ അതിന്റെ കൂടെ അങ്ങനെ നടന്നു. ഒരു 3 വയസ്സുള്ളപ്പോ തൊട്ട് ഒരു 3 മാസം അടുത്തേക്ക് പോകുമ്പോ അവനെ എടുത്തിട്ട് കൊണ്ടുപോകും. അപ്പൊ അന്ന് എനിക്ക് പേടിയാണ്. അപ്പൊ ഞാൻ പറയും നിധി ചെറിയ കുട്ടിയാണ് കേട്ടോ അതിനെ. പക്ഷെ അവൻ തുമ്പി കഴിയോണ്ട് ഇങ്ങനെ കുട്ടി ഇങ്ങനെ തലോടുന്ന പോലെ ചെയ്യും. അല്ല, ഞങ്ങള് കുറച്ചു മുമ്പേ കാണേണ്ട അവര് രണ്ടുപേരുടെ ചേർന്ന് നിൽക്കുന്നത്, അവര് തമ്മിൽ അത്ര കൂട്ടാണ്. നല്ല കൂട്ടം. സാധാരണ കുട്ടികൾക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണല്ലേ? ഒരു ദിവസം കാണാതിരുന്ന ഒരു സങ്കടം ഉണ്ടോ? അത് എല്ലാ ദിവസവും വന്ന് കണ്ടിട്ടേ അതങ്ങനെ ശീലായി. പിന്നെ വല്ല ഉത്സവത്തിനൊക്കെ പോയിട്ടേ അവിടെ ഇല്ല എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ജനല് തുറന്ന് ഇവനെ കണ്ടിട്ടാ പോവുക. അപ്പൊ ഉത്സവത്തിനൊക്കെ പോയാൽ ചില ദിവസങ്ങളിൽ അന്ന് ദിവസം ഇങ്ങോട്ട് വരില്ല. അപ്പോഴും അത് ഓർമ്മയില്ലാതെ ഞാൻ വന്ന് ജനല് തുറന്നിട്ട് നോക്കും. അപ്പോഴാണ് ഓർമ്മ വരാ പോയിരിക്കുകയാണല്ലോ എന്നുള്ള ഒരു ഇത് വരിക. കൊച്ചു മകൻ തന്നെയാണ്, മകൻ തന്നെയാണ്. കളരിക്കാവ് തറവാട്ടിലെത്തിയ കുട്ടിക്കൊമ്പൻ ഒരുപാട് മാറിയിരുന്നു ഇന്ന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അമ്പാടിക്കണ്ണൻ വളർന്ന് യൗവനത്തിലേക്ക് കാലൂന്നി തുടങ്ങിയിരുന്നു. അവൻ്റെ കുട്ടിത്തങ്ങളും കുസൃതികളും ഒക്കെ മാറി ചിട്ടകളൊക്കെ ഉറച്ച ഒരു കൊമ്പനായി മാറി തുടങ്ങുകയായിരുന്നു. അവൻ്റെ ശരീരവും അതിനൊപ്പം പാകപ്പെട്ടു വരികയായിരുന്നു. വീണെടുത്ത ഭംഗിയുള്ള കൊമ്പുകൾ, നിലത്ത് മുട്ടുന്ന തുമ്പി, വലിയ ചെവികൾ, നല്ല കറുപ്പ് നിറം, നിറയെ പീലികളോടുകൂടിയ നീണ്ട വാല്, ഇരിക്കസ്ഥാനത്തിലും ഉയർന്ന തലക്കുന്നി, അതിൽ നിറയെ രോമങ്ങൾ. തലയിൽ സൂര്യരശ്മികൾ തട്ടി അവ തിളങ്ങുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമായിരുന്നു. പിന്നെ നടയും അമരവും ഊന്നിയുള്ള നിൽപ്പും ഇത് മതിയോ എന്ന മട്ടിലുള്ള നോട്ടവും. എല്ലാത്തിലുമുപരി അവൻ്റെ നിലവ്, അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതു വലിയ സദസ്സിലും കയറി ചെല്ലാനും തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുമുള്ള ചങ്കൂറ്റം. ചിലപ്പോഴൊക്കെ
നിലവിൻ്റെ തമ്പുരാക്കന്മാരായിരിക്കും ഒപ്പം നിൽക്കുന്ന കൊമ്പന്മാർ. പക്ഷേ നമ്മുടെ കുട്ടി അമ്പാടിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. തലയുയർത്തിപ്പിടിച്ച് തന്നെ ഒറ്റ നിൽപ്പ് നിൽക്കും. ആ സുന്ദര കാഴ്ച ആനപ്രേമികൾക്ക് ഒരനുഭവം തന്നെയായിരുന്നു. ഒപ്പം നിൽക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായാലും ശരി, മംഗലാംകുന്ന് കർണനായാലും ശരി, ഞാനുമുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിറഞ്ഞ സദസ്സിനു മുന്നിൽ തലയുയർത്തി നിൽക്കും. ഒരുപക്ഷെ നിലവിൻ്റെ തമ്പുരാക്കന്മാരായ കർണനും രാമനും പോലും തങ്ങളുടെ ഈ കുഞ്ഞനുജന്റെ പ്രകടനത്തിൽ അത്രയധികം സന്തോഷിച്ചിരുന്നിരിക്കും അന്ന്. ഉത്സവപ്പറമ്പുകളിൽ അമ്പാടി എത്തിപ്പെട്ടാൽ പിന്നെ അവനൊരു പ്രത്യേക മൂഡിലാകുമായിരുന്നു. കൊട്ടും പാട്ടും ചെണ്ടയും നാദസ്വരവും എന്നുവേണ്ട കരിമരുന്ന് പ്രയോഗവുമെല്ലാം അവൻ നന്നായി ആസ്വദിച്ചിരുന്നു. ഒരുപക്ഷെ അതെല്ലാം കുട്ടി അമ്പാടിയുടെ കൗതുകങ്ങളായിരുന്നിരിക്കാം. ചില കുറുമ്പുകളും കുസൃതികളുമൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഒപ്പിക്കാറുമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് ശേഷം ആനകളെല്ലാം വരിവരിയായി നടന്നു പോവുകയായിരുന്നു. എല്ലാവരും ഒരേ ദിശയിലേക്ക് വേണം തിരിയാൻ. എന്നാൽ കുട്ടി അമ്പാടിക്ക് ഒരു കുസൃതി തോന്നി. അവൻ നേരെ തിരിഞ്ഞ് എതിർദിശയിലേക്ക് തിരിഞ്ഞ് ഒറ്റ നടത്തം. പാപ്പാന്മാർ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവൻ അവൻ്റെ ഇഷ്ടത്തിന് നടന്നു നീങ്ങി. മറ്റു പ്രശ്നങ്ങളോ കുരുത്തക്കേടുകളോ ഒന്നും കാണിച്ചില്ല. അല്പദൂരം പോയി കഴിഞ്ഞപ്പോൾ പന്തികേട് മണത്ത പാപ്പാൻ ഉടൻ തന്നെ നിധിനെ വിളിച്ചു വരുത്തി. നിധിനെത്തിയതും അനുസരണയുള്ള കുട്ടിയായി അമ്പാടി കൂടെ പോന്നു. അതുപോലെ തന്നെ തറയിൽ കെട്ടി നിർത്തിയിരിക്കുമ്പോഴും ഇടയ്ക്ക് രാത്രിയിൽ കാലിലെ ചെറുകെട്ട് തനിയെ അഴിച്ച് പുറത്തിറങ്ങും അമ്പാടി. രാവിലെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ റോഡിൽ നിൽപ്പുണ്ടാവും കക്ഷി. അതൊക്കെയായിരുന്നു അവൻ്റെ ഓരോ തമാശകൾ. ചിലപ്പോൾ പാപ്പാന്മാർ വിളിച്ചാൽ ഒന്നും അനുസരിക്കാൻ കൂട്ടാക്കാറില്ല അവൻ. അപ്പോഴും നിധിൻ തന്നെ വരണം. കുഞ്ഞാ എന്ന നീട്ടിയുള്ള ഒരു വിളി മതി. വിളിച്ചു തീരുന്നതിന് മുൻപ് തിരിച്ച് തറയിലെത്തിയിരിക്കും അവൻ. അവൻ കാട്ടിയ കുറുമ്പിന് ചെവിക്കൊരു കിഴുക്കും കൊടുത്ത് പിടിച്ചു കയറ്റും നിധിൻ. അത്രയ്ക്കായിരുന്നു അമ്പാടിയും നിധിനും തമ്മിലുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ. നമസ്കാരം. 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 ഹലോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങള്. കുഞ്ഞിനാ വിളിക്കുന്നത്? അവനെ അമ്പാടിക്കണ്ണനാണോ അവനെ വിളിക്കുന്നത്? പേര് വിളിക്കില്ല. ഓ, അത് ശരി. അവൻ്റെ കൂടെ കളിക്കാറൊക്കെ ഉണ്ടോ? കളിക്കാറൊന്നുമില്ലേ? കളിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കണെങ്കിൽ സ്കൂൾ വിട്ട് ഇറങ്ങി വരെ വിളിക്കാനാ. അത് ശരി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കളിയാ? എന്നെ വിളിക്കും, വിളിക്കും. ഞാൻ പോവാറില്ല. പോവാറില്ല? ഓ, അതെന്താ പറ്റി? എന്താ പറ്റിയെന്ന് വെച്ചാൽ പേടിപ്പിച്ച് നിർത്തിയെടുക്കുക. ആന കുത്തുന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയെടുക്കുക. അല്ലെങ്കിൽ ആനയുടെ അടുത്തേക്ക് ആളില്ലെങ്കിൽ ചെല്ലാണ്. അതെ, നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആന നിൽക്കുന്നത് ഇവിടെ അല്ല, മുറ്റത്തല്ല നിൽക്കണേ. അതെ അതെ. അപ്പൊ ചെല്ലാൻ വേറെ പറമ്പിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ ഫുൾ ടൈം നിൽക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ചെല്ലാനുള്ള ടെൻഡൻസി കൂടുതലാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പലഹാരം ഉണ്ടായാൽ മതി, അതും കൈ പിടിച്ച് ആശാ അങ്ങോട്ട് ഓടും. നമ്മള് നോക്കിട്ടാ ചെല്ലണ്ടാന്ന് പറയുമ്പോൾ ആനയുടെ അടുത്ത് എത്തിയിരിക്കും. പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. അത് നല്ല കേട്ടോ. ആനയുടെ അങ്ങനെ പോയി കളിക്കൊന്നും വേണ്ടല്ലേ. പക്ഷെ അമ്പാടിക്ക് അങ്ങനെ, കാരണം അമ്പാടി ഒരു വിഷയം എനിക്ക് തോന്നുന്നു മോനെ ഒരു 2 വയസ്സുള്ളപ്പോൾ തൊട്ട് കാണുന്നതാണ് അല്ലേ. അവനറിയാം ആരാണ് എവിടെയാണെന്നുള്ളത്. എങ്കിലും ആനയാണ്, അതറിയത്തില്ലല്ലോ ചിലപ്പോൾ നീങ്ങുന്നു. ഈ സമയത്താണ് മൈൻഡ് മാറിയിരിക്കാന്നൊന്നും പറയാൻ ജീവിയല്ലേ. നമ്മൾ അതിന്റെ ഒരു സ്വഭാവം അതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. കാര്യം കുട്ടിയെ നമ്മൾ കൊടുന്നു കൊഞ്ചിച്ചു വളർത്തുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. അവരുടെ ഉള്ളിൽ ഇൻബിൽഡ് ആയിട്ടുള്ള സാധനമുള്ള ഈ വൈൽഡ് അവരുടെ ടെൻഡൻസി ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവും. അത് ഏത് മൃഗമായാലും ശരി. എന്താന്ന് വെച്ചാൽ ആനയുടെ സ്വഭാവം അതാണ് നമുക്ക് മനസ്സിലാവും. അത് തന്നെ കറക്റ്റ് പോയിന്റ് അല്ലേ. അതാണ് നമുക്ക് അറിയത്തില്ല അല്ലേ, എപ്പോഴും ആനക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ. പിന്നെ നീലൊക്കെ നിൽക്കുമ്പോ ഇവിടെ തന്നെ ആന നീരിൽ നിൽക്കണത്. ഇവിടെ തന്നെ അല്ലേ? ഇവിടെ തന്നെ. ഞാൻ പിടിക്കൊണ്ടാറില്ല. എയറ് വല്ലതും ഉണ്ടോ? എയറൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങനെ വർക്ക് ചെയ്യാം. അത് ശരി. പുറമേ കാർക്കട്ടൊക്കെ ഉള്ളൂ, നമുക്കൊന്നും. പിന്നെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ കയറി. അപ്പൊ ഈ ഇത്രയും റോഡിനോട് അടുത്ത് കിടക്കുന്ന പുള്ളിക്ക് കുഴപ്പമില്ല. ബാക്കിലൊക്കെ നമ്മൾ മറക്കും ഫുള്ളായിട്ട് ഷീറ്റ് വെച്ച്. അത് ശരി. ഇപ്പം ആവാറായല്ലേ ഏകദേശം? ഇനിയിപ്പോ 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ കിട്ടി. പീക്ക് സീസൺ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഇല്ലാണ്ട് വന്നല്ലോ. കൊറോണ വന്നപ്പോഴത്തേക്ക് 10-ാം തീയതി ആന വന്നു. പിന്നെ അവിടെ നല്ല ഫുഡ് അടിയിട്ട് മാർച്ചിൽ. നമുക്ക് ഇവിടെ ഇവൻ കൂടാതെ നേരത്തെ ആനകൾ
അവന്റെ പേര് കളരിക്കാവ് പ്രകാശൻ. അവന്റെ ഒപ്പം തന്നെ ഇവനും ഉണ്ട്. അവന്റെ കൂടെ തന്നെ, അവന്റെ ശേഷമാണ് വന്നത്. ചെരിഞ്ഞിട്ടല്ല, അതിന്റെ മുന്നേ തന്നെ. അത് കഴിഞ്ഞ് മറ്റാന ചേട്ടാ, അന്ന് ഇവൻ നമ്മുടെ ഇവിടെ വരുമ്പോ ഏകദേശം എത്ര വയസ്സുണ്ടായിരുന്നു? നമ്മള് ഇവനെ കൊണ്ടുവരുമ്പോ 4 വയസ്സുള്ളൂ. 4 വയസ്സ്. പേപ്പറിൽ 4 വയസ്സാണ്. പേപ്പറിൽ 4 വയസ്സ്. 5.5 അടി ഹൈറ്റ്. ആസാമാന അല്ലെ? 5.5 അടി ഹൈറ്റ്. അന്ന് വരുമ്പോ ഇവന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? റാം സിംഗ്. അത് ശരി. അന്നത്തെ പേര് റാം സിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നവനെ അമ്പാടിക്കണ്ണൻ. എങ്ങനെ ഉണ്ടായിരുന്നു അവന്റെ ഒരു 10-15 വർഷം നമ്മുടെ അമ്പാടിക്കണ്ണൻ ആക്കി അല്ലെ? 15 കൊല്ലമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇവന്റെ ഒരു വളർച്ച? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയും. നിങ്ങൾക്ക് എന്നും കാണുന്നു, സ്ഥിരം കാണണല്ലേ. ഇപ്പൊ ആന പുറത്ത് നിൽക്കലില്ല, പുറത്തേക്ക് ഞാൻ വിടില്ല. അത് പരിപാടി കഴിയുകയാണെങ്കിൽ നേരെ വീട്ടിൽ കൊണ്ടുവരും. എവിടെയാണെങ്കിലും ദൂരസ്ഥലങ്ങളാണെങ്കിൽ അവിടെ പരിപാടികളുണ്ടെങ്കിൽ മാത്രം അവിടെ നിർത്തും. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലൊന്നും നിർത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ തറവാട്ടിലാണെങ്കിൽ തറവാട്ടിലാണ്. ഇപ്പോഴായിരുന്നു അകത്തൂടൊക്കെ അവിടെയാണല്ലോ. അപ്പൊ അകത്തൂടൊക്കെ ഫുള്ളാകത്ത് തന്നെയാണ്. അകത്ത് തന്നെ ആയിരുന്നു. അതിന് വേണ്ടിട്ട് ആ വില്ലേജ് ഡോറൊക്കെ ഉണ്ടാക്കി. അത് ശരി. അതെ, അപ്പൊ ഈ അമ്പാടിനെ കണ്ട കഥ പറഞ്ഞു കൊടുക്കണം. അപ്പം അന്ന് വാതിലൊക്കെ തുറന്നല്ലേ, അകത്ത് പുള്ളി തള്ളി, അകത്ത് അടുക്കളയിലൊക്കെ അച്ഛനായിട്ട് ഭയങ്കര അടുപ്പാണ്. കൊടുന്നിട്ട് ഒരു ഏകദേശം ഒരു 2 വർഷത്തിന്റെ അടുത്ത് നമ്മള് ആനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതാണല്ലോ. അത് ശരി. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇടന്നു ആശാൻ മതിൽക്കെട്ടിന്റെ ഉള്ളില് കട്ടില് വരെ ഒന്നിച്ച് കയറി കിടക്കുക. അച്ഛനായിട്ട് അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. അച്ഛനിപ്പം അച്ഛൻ മരിച്ചിട്ട് 5-6 വർഷമായി. ഓക്കെ, അദ്ദേഹം ആയിരുന്നു അപ്പൊ അവനെ അവനും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ ഭയങ്കര കൊഞ്ചലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങോട്ട് വീട്ടിലെ തറവാട്ടിലാണെങ്കിൽ അവന് നമ്മുടെ അവിടെ ചാട്ടോളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ആന ഇറക്കുക. നമ്മുടെ തറവാടിന്റെ അവിടെ കണ്ട് വണ്ടി പോവില്ല. അവിടെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആരും പറയുന്നത് വേണ്ട, ആവശ്യം വിട്ടടിച്ച് പോക്കോളൂ. ഇവര് ലോറിന്ന് ഇറക്കുമ്പോൾ ആന പോയിണ്ടാവും. നേരെ വീട്ടിലെത്തും. എങ്ങനെയാണ് ഇവനെ കണ്ടെത്തിയതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഒക്കെ? ഞാന് സെന്റ് തോമസിലെ പഠിച്ചത്. ആ സമയത്ത് കോളേജിൽ പോകുന്ന സമയത്ത് ഡെയിലി ഞാൻ തിരുവമ്പാടിയിലും പറമ്പകവിലും കഴിയും തൊഴുതിട്ട് പോകാറുള്ളൂ. അപ്പൊ അന്ന് ഒരു ചെറിയൊരു ആനപ്രേമം ഉണ്ടായിരുന്നു. ആനപ്രേമം ഭയങ്കര ചെറുപ്പം. എന്റെ അമ്മാവൻ ഭയങ്കര മേളം ആനക്കമ്പക്കാരനാണ്. എന്റെ അമ്മയുടെ ആങ്ങള. അപ്പൊ അമ്മാവന്റെ കൂടെ നടന്നിട്ട് നമുക്ക് ചെറുപ്പം തൊട്ടിട്ട് ഈ പൂരം മേളം ഭയങ്കര ഭ്രാന്താണ്. സകല ചണ്ടപ്പുറത്ത് കോരിടണോടും പോകും. അങ്ങനെയാണ്. അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പോ തിരുവമ്പാടിയിൽ ചെല്ലുമ്പോഴാണ് അമ്പാടി അവിടെ ശീവേലി എടുത്തിട്ട് നിൽക്കണം. അത് ശരി. അന്ന് ചെറുത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഈ മുടി അന്ന് ഭയങ്കരമായിട്ട് അതൊക്കെ ഈരിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഒരു ആനക്കുട്ടീനെ കണ്ടു, ഭയങ്കര രസമുണ്ട് അച്ഛന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ അന്ന് നമ്മുടെ വലിയ ആനയാണല്ലോ. ശരിടാ, അച്ഛൻ കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ പറഞ്ഞ ചീത്തേക്ക് അച്ഛൻ്റെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ പിറന്നാൾ നടന്നു. അപ്പൊ അന്ന് കാലത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ പറഞ്ഞു. ഞാൻ എല്ലാം എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഞാൻ ശരി എന്താ. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛനെ നീ അന്ന് പറഞ്ഞ ആനകളാ, ആനനെ മേടിച്ചിട്ട് നീ അങ്ങോട്ട് പൊക്ക എന്ന് പറഞ്ഞു. ഗിഫ്റ്റ് അയ്യോ അമ്മോ എന്താ പറയാ, അമ്മാതിരി സർപ്രൈസ് ആയി. അങ്ങനെ കിട്ടിയതാണ് എനിക്ക് പറഞ്ഞത് അമ്പാടി. അങ്ങനെയാണ് ഇവൻ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പം അച്ഛനായിട്ട് ഗിഫ്റ്റ് ചെയ്ത് നമ്മൾ അതുപോലെയാണ് ഇന്ന് അവനെ അതേ രൂപത്തിൽ. ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, അത് ശരി വേണമെങ്കിൽ തന്നോളൂ എന്നുള്ള ഇതില്. ഒരു രക്ഷയില്ല, ഇവനെ കൂടുതലുള്ള പരിപാടിയില്ല. നമ്മള് തീർച്ചയായിട്ടും ഞാൻ അല്ലെങ്കിൽ എന്റെ അടുത്ത തലമുറ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. നമ്മളായിട്ട് നമുക്ക് കിട്ടിയ ഒരു കാര്യം നമ്മള് രണ്ടാക്കി വേണം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ. അതെ ഞാൻ ചോദിക്കുന്നവരുടെ അടുത്ത് ഇത്ര പറയുള്ളൂ, ഇത് ഞാനായിട്ട് സമ്പാദിച്ചുള്ളതല്ല, എന്റെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. അത് ഞാൻ എന്റെ കാലശേഷം ആരാ കൊണ്ടു നടക്കുന്നത്, എന്റെ മകനായിരിക്കാം അല്ലെ വൈഫായിരിക്കാം, അവർ കൊടുക്കും. അല്ലാണ്ട് അവനെ കൊടുക്കില്ല, കൈമാറി കൊടുക്കില്ല. അപ്പൊ എന്താണ് ഇവന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവന്റെ എന്ത് പ്രത്യേകതകളായിരിക്കും ഇനി ഇവനെ ഒരു മുന്നോട്ട് നയിക്കുക?
ഇവന്റെ നിലവ് തന്നെയായിരിക്കും. നിലവ് ഇവന്റെ സ്വഭാവം ശാന്ത സ്വഭാവം തന്നെ ആയിരിക്കും. ആരായിട്ടൊരു പ്രശ്നക്കാരനല്ല. നീരില് മാത്രമാണ് കുറച്ച് പ്രശ്നം. അത് കെട്ടിക്കഴിഞ്ഞാലുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും. ഇപ്പൊ ഇവന് ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ട്? 9'2" ഒക്കെ ഉണ്ടാവും. 9'2" ഉണ്ട്. 19 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും വളർച്ച നിലവാണ്. ഇപ്പൊ തന്നെ അത്യാവശ്യം പോവാറുണ്ട്. മത്സരത്തിനാണ് ഏറ്റവും കൂടുതൽ വിളിക്കുക, ഡിമാൻഡ്. അത് ആരായിട്ട് തെച്ചിക്കൊട്ടാവും കർണനായിട്ട് മാത്രം മത്സരിക്കുക. പിന്നെന്താ ഏറ്റവും കൂടുതൽ ആന കർണനായിട്ടും രാമനായിട്ടാണ് മത്സരിക്കുക. അവര് വലിയ ആനേന് ഓപ്പോസിറ്റ് ടീം നമ്മുടെ ആനേനെ പിടിക്കും. അമ്മോ ശരി. ഇപ്പം ഇവനാണ് തന്നെ എവിടെയെങ്കിലും ചെന്ന് തെറ്റിട്ടുണ്ടെങ്കിൽ ചേട്ടന് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട്, അത് തെറ്റി കഴിഞ്ഞാൽ ഞാൻ ചെന്നാ ഈസി ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കയറിപ്പോരും. ചെറുപ്പം തൊട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഊട്ടിനെ വിട്ടപ്പോ അവിടെ ചെന്ന് പാടം കണ്ടപ്പോ ആശാന്ന് ഇറങ്ങി. പാപ്പാന അവിടെ ഒരു ഏകദേശം ഒരു 4 മണിക്കൂർ നേരം അവിടെ നിർത്തി പാടത്തന്നെ. ഏലസിന്റെ മുകളിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ചെന്ന് പാലക്കാട് നടന്നു. ചെന്നതിന് ശേഷമാണ് ആശാൻ അവിടെ വിളിച്ചു വെച്ച് പോന്നു. അത് അങ്ങനെയാ, എവിടെ തെറ്റിയാലും ഞാൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോയി. എന്തെങ്കിലും കൊടുക്കണോ? ഞാൻ പോകുമ്പോ എന്തെങ്കിലും മാത്രം കൈ പിടിച്ചു പോകും. അത് മതി പുള്ളി. പിന്നെ എന്നെ കണ്ണാ മതി. കൈ കടിച്ചു ആ പോലെ നിൽക്കും. ബാക്കി നമ്മുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട് എങ്ങനെയാ പുള്ളി? എല്ലാവരുമായിട്ട് അടുപ്പാണ്? എല്ലാവരുമായിട്ട് നല്ല അടുപ്പം. ഇവിടെയാണെങ്കിലും അമ്മ വൈഫിനായിട്ടാണ് നല്ല നീരിലൊക്കെ വൈഫ ചോറ് കൊടുക്കും. അത് ശരിയാ. ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ചില സമയത്ത് ആശ എന്നെ ഓടിക്കാൻ നോക്കും. നീരില് മിക്കത് എന്നെ ഓടിക്കാൻ നോക്കും. പക്ഷെ വൈഫിനെ ഭയങ്കര കാര്യമാണ്. അപ്പൊ അവളെ കൊണ്ട് ചോറ് കുടിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പൂരങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് കമ്മിറ്റിക്കാർക്ക് പറയാറുണ്ട്. ഞാൻ പട്ടയുടെ കാര്യം പറയാറുണ്ട്. അതേപോലെ പാപ്പാമാരോടും മെയിൻ പറയാറ്. പാപ്പാമാരോട് വെള്ളം എപ്പോഴും ശ്രദ്ധിച്ചോളാം എന്ന് പറയും. കാരണം വെള്ളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ അണുബാധ ചാൻസ് കൂടുതൽ. കാരണം എനിക്ക് 2 പ്രാവശ്യം അനുഭവങ്ങളാണ് നമ്മുടെ ആനയ്ക്ക്. എന്ത് പറ്റിയതാണ്? ഇതേപോലെ വെള്ളം ടാങ്കിലെ വെള്ളമില്ല, കെട്ടി നിർത്തിയിട്ടുള്ള ടാങ്കിലെ വെള്ളം കൊടുത്തിട്ട് ഒരു പ്രാവശ്യം അത് എത്ര 2-3 മാസം ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. അത് ശരി. എന്ത് പറ്റിയതാണ്? നോവാണോ? നോവ്. അത് ശരി. നോവ് എന്ന് പറഞ്ഞാൽ ഇരണ്ടക്കെട്ടല്ല, എപ്പോഴും വയറിൽ ഗ്യാസ് കയറുക, വയറുവേദന അങ്ങനെയൊക്കെ ആയിട്ട് അത് 2-3 മാസത്തോളം ഞാൻ ട്രീറ്റ് ചെയ്തു. അത് ശരി. അപ്പോൾ അതിൽ പിന്നെ എപ്പോഴും പറയും, പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം എപ്പോഴും ശ്രദ്ധിച്ച് കൊടുക്കാൻ പറയും. ഇപ്പോഴാണെങ്കിലും കഴിഞ്ഞ ഒരു 2 ദിവസം ചെറിയൊരു നോവ് ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അത് പെട്ടെന്ന് ശരിയായി. അതും വെള്ളത്തിന്റെ ആയിരുന്നു അതോ? അല്ല, അത് പുതിയ അരി മാറിയതിന്റെ. അത്ര സെൻസിറ്റീവ് ആണല്ലോ അങ്ങനെയാണല്ലോ. അപ്പൊ അരി മാറി കഴിഞ്ഞാൽ ഈ അരി പൂക്കാണ്ടിരിക്കാനൊക്കെ അതിൽ അവര് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് അത് കഴുകിയില്ലെങ്കിൽ പ്രശ്നമാണ്. എല്ലാം കഴിയും. പൊതുവെ ഇച്ചിരി പഞ്ചാരപ്രിയനാണ്. ബേക്കറി മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പോലും നല്ല കയ്പുള്ള മരുന്നുകളും കൊടുത്താൽ മതി, വെറുതെ കഴിച്ചോളൂ. അങ്ങനെ ഫുഡ് തന്നെ മെയിൻ ആയിട്ടുള്ളൂ, വേറൊന്നുമില്ല. ഫുഡ് വേണം. അത് നിർബന്ധമാണ്. ശരി. അല്ലെങ്കിൽ ചോദിച്ചെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് പട്ടണത്തെറിയും, അല്ലെങ്കിൽ അഴിച്ചുവിടാണെങ്കിൽ അങ്ങോട്ട് ഓടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ട്. അതിപ്പോ എന്നും കാലത്ത് വെള്ളം കൊടുക്കാൻ അയച്ചാൽ തന്നെ ആളിങ്ങോട്ട് വരും. തന്നെ വന്ന് പുള്ളിക്ക് അറിയാം എവിടെ പോയാൽ എന്ത് കിട്ടും. നമ്മള് പങ്കെടുത്ത വലിയ പൂരങ്ങൾ ഏതൊക്കെയാണ്? നമ്മള് പങ്കെടുത്ത തൃശ്ശൂർ പൂരം തൊട്ടിട്ട് കൂടൽമാണിക്യം, തൃശ്ശൂർ പൂരം, പിന്നെ വേറെ വലിയ പൂരങ്ങള് ചെറുവരമ്പത്തുകാവ്, ഇവിടെ കുന്നംകുളം ഭാഗത്തുള്ള എല്ലാ പൂരങ്ങളും, നെന്മാറവല്ലെങ്കിൽ. അത് ശരി. ഇവിടെ പെരുന്നാളുകൾക്കും ഒക്കെ എല്ലാ പെരുന്നാളുകൾക്കും. അതെ, പെരുന്നാളുകൾക്ക് പുള്ളി ഒരു ഹൈലൈറ്റ്. ഇത്തവണ ഞാൻ കോവിഡ് പ്രമാണിച്ച് പൂരം ഇല്ലാത്ത അവസ്ഥയില് അമ്പാടിക്കണ്ണന്റെ ആനപ്പിണ്ടം വരെ എടുത്തുകൊണ്ടിട്ട് പിള്ളേര് അല്ലേ പഴഞ്ഞിയില്, ഞാനത് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ഇവിടുത്തെ ഒരു ലോക്കൽ പഴഞ്ഞി പോയാണല്ലേ. ചേട്ടാ, ഇവനെ കൊണ്ടുവന്നപ്പോ തൊട്ട് ചട്ടമൊക്കെ ആരാ ഉറപ്പിച്ചത്? ചട്ടം ഉറപ്പിച്ചത് വൈശാഖ് എന്ന് പറഞ്ഞ പാപ്പാനാണ്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ പാപ്പാൻ. അത് ശരി. അവൻ പിന്നെ ഗുരുവായൂർ ദേവസ്ഥയിൽ കിട്ടി അങ്ങോട്ട് പോയി. അത് ശരി. പിന്നെ വൈപ്പിൻ ഷാജി ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള ബിനു വന്നു.
ഇവരൊക്കെയാണ് ചട്ടം പഠിപ്പിച്ചത്. ഷാജി, ബിനു, വൈശാഖ് ഇവര് 3 പേരൂടാണ് ഇവിടെ. എനിക്കൊരു ഒരു പുതിയൊരു അറിവ് എന്ന് വെച്ചാൽ പുള്ളിക്ക് മേളിലിരുന്നും കാലുകളൊക്കെ നല്ല വ്യക്തമാണ് അല്ലേ? അത് സാധാരണ ഇത്രയും ചെറിയ ആനകൾക്കൊക്കെ കുറവാണ് അല്ലേ? എന്നാലും നമ്മൾ പണിക്കൊന്നും വിടാറില്ല. എന്നാലും ചെറിയ ഒരു എക്സസൈസ് ആയിട്ടുള്ള നിലയ്ക്ക് എന്തെങ്കിലും വിടും. ഒരു തടിയൊക്കെ ഒന്ന് വലിക്കാനും ഒക്കെ ആയിട്ട് പഠിച്ച പണി മറക്കാതിരിക്കാൻ. മറ്റൊരിക്കലുണ്ടായ സംഭവം ഇങ്ങനെ. ആനയെ കാണാതായി എന്ന വാർത്ത പത്രത്തിൽ വന്നത് ഒന്നോർത്തു നോക്കൂ. തമാശയല്ല, അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പാലക്കാട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് നിധിന്റെ ഫോണിലേക്ക് ഒരു കോൾ. നിധിയേട്ടാ, ആനയെ കാണാനില്ല. വിവരമറിഞ്ഞ നിധിനും അങ്കലാപ്പിലായി. പക്ഷേ സംഗതി സത്യമായിരുന്നു. കുട്ടി അമ്പാടി പാപ്പാന്മാരോട് പറയാതെ അങ്ങ് മുങ്ങി. രാത്രി തന്നെ നിധിൻ ഓടിക്കിതച്ച് പാലക്കാട്ടെത്തി. പിന്നെ തിരച്ചിൽ. ഒടുവിൽ കണ്ടെത്തി. എവിടെയാണെന്നറിയണ്ടേ? ഒരു കന്നുകാലിത്തൊഴുത്തിന്റെ സൈഡിൽ പാവത്താനെ പോലെ നിന്ന് പരുങ്ങുന്നു കക്ഷി. അന്നും നിധിൻ തന്നെ വേണ്ടി വന്നു തിരികെ എത്തിക്കാൻ. പലപ്പോഴും പാപ്പാന്മാരെ ഇതുപോലെ വട്ടം ചുറ്റിച്ചിട്ടുണ്ട് കക്ഷി. തെറ്റിയാൽ പിന്നെ അവന്റെ കഴുത്തിലെ ഏലസിൽ തൂങ്ങിക്കിടന്ന് പറഞ്ഞ് അനുസരിപ്പിക്കാൻ നോക്കിയാലും സംഗതി ഏശില്ല. പുള്ളി തിരികെ വരാൻ കൂട്ടാക്കില്ല. നിധിനൊഴികെ മറ്റാരെയും വകവയ്ക്കാറില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ. കുഞ്ഞു ദക്ഷിന് അമ്പാടിക്കണ്ണൻ വെറുമൊരു കളിക്കൂട്ടുകാരൻ മാത്രമായിരുന്നില്ല. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മുടെയൊക്കെ കാഴ്ചകൾക്കും ഓർമ്മകൾക്കും അപ്പുറമായിരിക്കും ആ ബന്ധത്തിന്റെ ഇഴയെടുപ്പം. നിധിനും ഭാര്യ അഞ്ജലിയും അമ്പാടിക്ക് ഭക്ഷണം കൊടുക്കുന്നതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ അവസാന സീൻ. അതിനിടയിൽ ദക്ഷ് അമ്പാടിക്കണ്ണന്റെ തുമ്പിക്കൈയിലും കൊമ്പിലുമൊക്കെ തൂങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ദക്ഷിന്റെ കൈ തെന്നിയതും അവന്റെ പിടിവിട്ട് അമ്പാടിയുടെ മുന്നിലേക്ക് വീണതും. ഒരു നിമിഷം ഞങ്ങളൊന്ന് പേടിച്ചെങ്കിലും നിധിനും അഞ്ജലിയും ഒരു ഭാവമാറ്റവുമില്ലാതെ നിറഞ്ഞ ചിരിയുമായി നിന്നു. അമ്പാടിക്കാവട്ടെ യാതൊരു കുലുക്കവുമില്ല. ഇതൊക്കെ ഇവന്റെ സ്ഥിരം പരിപാടികളല്ലേ എന്ന മട്ടിൽ ഒറ്റ നിൽപ്പ് നിന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഭക്ഷണത്തിന് കൈനീട്ടി. അത്രയ്ക്കായിരുന്നു അമ്പാടിക്കണ്ണന് അനിയൻകുട്ടനോടുള്ള സ്നേഹം. ഒരുപക്ഷെ നമുക്കാർക്കും നിർവചിക്കാൻ കഴിയാത്ത ഒരാത്മബന്ധവും അടുപ്പവും അവർക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ മറ്റാർക്കും നൽകാത്ത സ്വാതന്ത്ര്യം അമ്പാടി ദക്ഷേശ്വരന് മാത്രം കൽപ്പിച്ചു നൽകിയിരുന്നു. അതു തീർച്ച. കാലടി സ്വദേശി ബിനു ആയിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്പാടിയുടെ പാപ്പാൻ. ഇവർ തമ്മിലുള്ള സംഭാഷണവും കളികളുമൊക്കെ കണ്ടു നിൽക്കുന്നവർക്ക് അമ്പരപ്പും അതിശയവും ഒക്കെ ഉളവാക്കിയിരുന്നു. അമ്പാടിയുടെ ചെറുപ്പകാലത്ത് കുറച്ചുനാൾ ബിനു തന്നെയായിരുന്നു പാപ്പാൻ. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. അമ്പാടിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമൊക്കെ ബിനുവിന് കൃത്യമായി അറിയാമായിരുന്നു. മിഠായി കൊതിയനായ അമ്പാടിയെ പാട്ടിലാക്കാൻ ബിനു എപ്പോഴും മിഠായി കയ്യിൽ കരുതാറുമുണ്ടായിരുന്നു. ബിനു വഴക്കു പറഞ്ഞാലൊന്നും അമ്പാടിക്ക് വലിയ കൂസലൊന്നും ഉണ്ടാവില്ല. പക്ഷേ വടി കയ്യിലെടുത്ത് ഒന്ന് പേടിപ്പിച്ചാൽ പിന്നെ ഒരു പിണക്കവും പരിഭവവും ഒക്കെയുണ്ട് അമ്പാടിക്ക്. പിന്നെ അതൊന്ന് മാറ്റിയെടുക്കണേൽ അറ്റ കൈ പ്രയോഗം മിഠായി തന്നെ. അവന്റെ അവസാന നാളുകളിൽ അമ്പാടിക്കണ്ണന്റെ വളർച്ച തന്നെ വളരെ പെട്ടെന്നായിരുന്നു. മാത്രമല്ല, താനൊരു മത്സരയാന മാത്രമല്ല, നല്ലൊരു എഴുന്നള്ളിപ്പാന കൂടിയാണ് എന്ന് കാണിച്ചു തരാൻ തുടങ്ങിയ കാലമായിരുന്നു. തൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന പ്രായത്തിൻ്റേതായ കുരുത്തക്കേടുകൾ പാപ്പാന്മാരുടെയും അവനെ സ്നേഹിക്കുന്നവരുടെയും ഒക്കെ സഹായത്താൽ മാറ്റി മുന്നേറുകയായിരുന്നു. ആനപ്രേമികളെ ഹരം കൊള്ളിക്കാൻ ഉത്സവപ്പറമ്പുകൾ അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കളരിക്കാവ് വീടിനെ കാർമേഘത്തിൻ്റെ കരിനിഴൽ വന്ന് മൂടിയത്. ഒരു പേമാരിയായി പെയ്തൊഴിഞ്ഞ് വീണ്ടും മാനം തെളിയുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു അവനെ സ്നേഹിച്ച, അവനെ പരിചരിച്ച എല്ലാവരും. അവൻ രോഗങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നായിരുന്നു
എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു രോഗം മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയത്. ഹെർപ്പിസ് രോഗം ഒരിക്കൽ പിടിപെട്ടാൽ പെട്ടെന്നായിരിക്കും ആന്തരിക അവയവങ്ങളിലേക്ക് പടരുന്നത്. ഇതുതന്നെയാണ് അമ്പാടിക്കണ്ണനും സംഭവിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. ചെറുപ്പമായതുകൊണ്ടും ഭക്ഷണത്തോടുള്ള ഇഷ്ടം കൊണ്ടും അവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി തന്നെയായിരുന്നു പാപ്പാന്മാരും നിധിനുമൊക്കെ നോക്കി നടത്തിയിരുന്നത്. എങ്കിലും ബാലാരിഷ്ടത എന്നതുപോലെയുള്ള ചില നോവുകൾ അവനെ ഇടയ്ക്ക് ബാധിച്ചിരുന്നു. അവനോടൊപ്പം അവൻ്റെ വീട്ടുകാരോടൊപ്പം ചിലവിട്ട ഓരോ നിമിഷവും ഒരു നീറ്റലായി ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അവർക്കുണ്ടായ നഷ്ടം, അതിൽ നിന്നും അവർ എത്രയും വേഗം കരുത്താർജിച്ച് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്പാടിക്കണ്ണൻ്റെ ഈ ഒരു അവിചാരിത വിയോഗം അവനെ സ്നേഹിക്കുന്ന ഏവരുടെയും മനസ്സിലെ തീരാവേദന തന്നെയാണ്. പക്ഷേ വിധിയെ മാറ്റിമറിക്കാൻ നമുക്കാവില്ലല്ലോ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തലയെടുപ്പുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്കായി സമ്മാനിച്ചിട്ട് തന്നെയാണ് അമ്പാടി ഈ ലോകത്തോട് വിട പറഞ്ഞത്. മത്സരപൂരങ്ങളുടെ താരപ്പകിട്ടുള്ള വേദികളിൽ ഇനി അമ്പാടിക്കണ്ണൻ്റെ ചങ്ങലക്കിലുക്കങ്ങൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ അഭിനവ കർണൻ എന്ന വിളിപ്പേരിന് അർഹനായിരുന്നു അമ്പാടി. അവൻ നമ്മെ വിട്ട് സ്വർഗലോകത്തേക്കെത്തുമ്പോൾ അവനെ തലോടി ആശ്വസിപ്പിക്കാൻ, അവനൊപ്പം കൂട്ടിരിക്കാൻ സാക്ഷാൽ നിലവിൻ്റെ തമ്പുരാൻ കർണൻ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഉത്സവ കേരളത്തിന് അമ്പാടിയോട് പറയാനുള്ളത് ഇതാണ്: പ്രിയപ്പെട്ട അമ്പാടിക്കണ്ണ, നീ അവിടെ തീർത്തും സുരക്ഷിതനായിരിക്കും. ആ കർണവലയത്തിൽ, അത് തീർച്ചയാണ്. ഇവിടെ ഇങ്ങ് ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്ടിൽ നീ ഇനിയും ഒരുപാട് കാലം ജീവിക്കും. ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ, നീ വിട്ടുപോയ നിന്റെ മാത്രം അമ്പാടിയിൽ നിന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകും. ദക്ഷേശ്വരൻ്റെ ആ കുഞ്ഞു മനസ്സിൽ നിന്റെ നല്ല ഓർമ്മകൾ എന്നും നിറഞ്ഞു തന്നെ നിൽക്കും. അമ്പാടിക്കണ്ണ, നിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉത്സവ കേരളം സാഷ്ടാംഗം പ്രണമിക്കുന്നു. നന്ദി.